Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു പരിധിവരെ നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും റിട്ടയർമെൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ സ്വന്തം ദേശത്തിലേക്ക് വരുന്നവർ. പിന്നെ മറ്റൊരു കൂട്ടരുള്ളത് ഇതിനെക്കുറിച്ച് പഠിച്ച് സ്റ്റഡി ചെയ്ത് ഈ ബിസിനസ് അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരും റീറ്റെയിൽ ബിസിനസ്സിലേക്ക് വരാം. ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സ്വന്തം സ്പേസ് ഉണ്ടെങ്കിൽ, സ്വന്തം സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള ഒരു നല്ല സ്പേസ് ഉണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ അതിൽ റീറ്റെയിൽ ബിസിനസ് തുടങ്ങിയായിരിക്കും ആദ്യം വളരെ ബെറ്റർ. കറക്റ്റ് നല്ല ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയിരിക്കണം റീറ്റെയിൽ ബിസിനസ് തുടങ്ങാൻ. അതിന് പറ്റിയ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുക? നമുക്കറിയാലോ, ഹൈവേ പോലുള്ള ഏരിയകൾ അധികം സെലക്ട് ചെയ്താൽ ഒരു കസ്റ്റമർക്ക് വണ്ടി നിർത്തി പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലൊക്കെ അധികം വലിയ ബിഗ്ഗസ്റ്റായ റീറ്റെയിൽ ഷോപ്പുകൾ വരുന്നുണ്ട്. കാരണം പറഞ്ഞാൽ ആളുകൾക്ക് വണ്ടി നിർത്തി, കാറൊക്കെ നിർത്തി പാർക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ളൊരു സൗകര്യം അവർ ഒരുക്കുന്നുണ്ട്. പല റീറ്റെയിൽ ബിസിനസ്സിൻ്റെയും ഗ്രോത്തിൻ്റെ വലിയൊരു കാര്യം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫീസിബിലിറ്റി, ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് കസ്റ്റമർ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ഏത് തരം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി കൃത്യമായിട്ട് നടത്തിയിരിക്കണം. ഒരു പുതിയ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാർക്കറ്റ് സ്റ്റഡി ഉറപ്പായിട്ടും നടത്തിയിരിക്കണം. കുറച്ച് ദൂരെയുള്ള കോമ്പറ്റീറ്റർ ഏത് പ്രൈസിങ്ങിലാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. അതിനുശേഷമാണ് ഈ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അത് മാർജിനുള്ള പ്രോഡക്റ്റ് ആണോ, ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണോ, ആൾക്കാർ ആ പ്രോഡക്റ്റിനെ എങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഒരു വിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മുൻ പരിചയമുള്ള ഒരു പ്രോഡക്റ്റാണ് റീറ്റെയിൽ ബിസിനസ് തുടങ്ങാവുള്ളൂ എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഇതിനു മുമ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത, ഇതൊന്നും അറിയാത്ത ഒരു പുതിയ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ അത് വളരെ പ്രയാസത്തിലാകും. നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ നേച്ചർ അറിയില്ല. എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകളെ ഏൽപ്പിക്കേണ്ട കാര്യം വരും. അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകളുടെ നിയന്ത്രണത്തിൽ മാത്രമാകുമ്പോൾ അത് ചില പ്രതിസന്ധികളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഷോപ്പിൽ ഏതൊക്കെ റാക്കുകളിൽ ഓരോ പ്രോഡക്റ്റുകളും വയ്ക്കണം, അതിനെക്കുറിച്ച് ഒരു ധാരണ ശരിക്കും വേണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറയാം, ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ആ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. കസ്റ്റമർ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ പുതിയ ഷോപ്പിലേക്ക് വന്ന് ചോദിക്കുക? ചിലപ്പോൾ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിരിക്കും. അഡ്വർടൈസ്മെൻറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വളരെയധികം പരിചിതമുള്ള ഒരു പ്രോഡക്റ്റ് വന്ന് ചോദിക്കുമ്പോൾ നമുക്കത് എടുത്തു കൊടുക്കാൻ നമ്മുടെ റാക്കിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാകണം. ഒരു കസ്റ്റമറുടെ മനസ്സിൽ ഒരു ഡീപ്പ് റൂട്ടഡ് ഹാബിറ്റ് പോലെ വളരെ അടിയുറച്ച ഒരു വിശ്വാസമായിട്ട് നിലനിൽക്കുന്ന കുറച്ച് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുണ്ട്. അവരുടെ നിങ്ങൾ ചെയ്യുന്ന ഏത് തരം ബിസിനസ് ആയാലും, ഏത് തരത്തിൽ, ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റുകളായാലും അതിൻ്റെ ബ്രാൻഡഡായി നിൽക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റ് പർച്ചേസ് നടത്തുമ്പോൾ 1, 2, 3 ബ്രാൻഡുകൾ ഓരോ പ്രോഡക്റ്റിനും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ബൾക്ക് പർച്ചേസ് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിൽ വീണു പോകരുത്. ഇത് വിൽക്കണം എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് വിറ്റ് കാശ് കൊടുക്കാനുള്ളതാണ് അയാൾക്ക്. അല്ലെങ്കിൽ അയാൾ പറയുന്ന സമയപരിധിക്കുള്ളിൽ, ഒരു പരിധി വരെ ഒരു പുതിയ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്പനികളും റെഡി പേയ്മെൻറ്റിലാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുകയുള്ളൂ. ഈ സാധനമൊക്കെ വിറ്റ് പോകാൻ ഇത്തിരി പ്രയാസം നേരിടും. നിങ്ങൾ പുതുതായിട്ട് ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ കസ്റ്റമർ എങ്ങനെയാണ് ഒരു കസ്റ്റമർ റാപ്പയിലൂടെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ ആ ഷോപ്പുകാരൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മാത്രം സ്റ്റോക്ക് എടുത്ത് നിങ്ങളുടെ ഷോപ്പിലേക്ക് കൂട്ടി വെച്ചാൽ
ഉള്ള പേയ്മെൻറ്റുകൾ ഉള്ള പൈസ മുഴുവനും കമ്പനിക്കാർക്ക് കൊണ്ട് കൊടുത്തു പോയാൽ പിന്നെ ബിസിനസ് റൺ ചെയ്യിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. 4 ആൾ കടം കൊണ്ടുപോയാൽ അത് ഡീൽ ചെയ്യാൻ സാധിക്കാതെ വരും. എന്തുമാത്രം സ്റ്റോക്ക് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ ഏകദേശം അത്രയും തന്നെ പൈസ നിങ്ങളുടെ കയ്യിൽ റോള് ചെയ്യാൻ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയല്ലേ? എങ്കിലല്ലേ നമുക്ക് പേയ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ കമ്പനിക്കാർക്ക് പൈസ കൊടുക്കേണ്ടി വരും. കസ്റ്റമർ വന്ന് കടം ചോദിച്ചാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ റോൾ ചെയ്യാൻ നമുക്ക് ഉണ്ടായിരിക്കണം കയ്യിൽ പൈസ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വയ്ക്കാതിരിക്കണം. ഏത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയാലും കൂടുതൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യരുത്. അത്യാവശ്യം സ്റ്റോക്കുകൾ അവർ പറയും ഇത് വെച്ചോളോ, ഇത് അങ്ങ് എടുത്ത് വെച്ചോ, ഇത് വിറ്റ് പൊക്കോളും, ഞങ്ങളൊരു ബോർഡ് അവിടെ ഫ്രണ്ടിൽ വെച്ച് തരാം, ബാക്കിൽ വെച്ച് തരാം, ഒരു ലൈറ്റ് ബോർഡ് വെച്ച് തരാം. ഇത് സെയിൽ നടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ കാണുന്ന ബോധം വേണം. അതിന് നമ്മുടെ ഷോപ്പിൽ നല്ല സെയിൽസ് സ്റ്റാഫ് കൂടി വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള സ്റ്റാഫ് കൂടിയൊക്കെ വേണം നമ്മുടെ സ്ഥാപനത്തിൽ. അല്ലാതെ ഈ പ്രോഡക്റ്റ് മാത്രം എടുത്ത് വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് അതിൻ്റെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് വിൽക്കണം. കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് കൊണ്ട് വേണം അയാൾ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കാൻ. ഇതൊരു പ്രോസസ്സാണ്. പുതിയൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയയിലേക്കൊക്കെ എത്താൻ വളരെ പ്രയാസമായിരിക്കും. പല പാർട്ടികളും അറിയാവുന്നവരാണ്. പുതിയ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങി 6 മാസത്തിനുള്ളിൽ പൂട്ടിപ്പോയതിൻ്റെ രഹസ്യം ആവശ്യമില്ലാതെ സ്റ്റോക്കുകൾ എടുത്ത് കയറ്റി വെച്ചു. അത് വിൽക്കാൻ സാധിക്കാതെ വന്നു. വലിയ വലിയ ഷോറൂം പോലെ തുടങ്ങി 10-20 സെയിൽസ് സ്റ്റാഫുകളുണ്ട്. അവർക്ക് സാലറി കൊടുക്കണം, ഇലക്ട്രിസിറ്റി അടയ്ക്കണം, റെൻ്റ് അടയ്ക്കണം. ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നു. അപ്പോൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം, സൂക്ഷിച്ച് വേണം സ്റ്റോക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഇതെല്ലാം കയറ്റി വെച്ചാൽ വിൽക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരു നെഗോസിയേഷൻ സ്കില്ല് ഒരു റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം. എന്താണ് നെഗോസിയേഷൻ സ്കില്ല്? നെഗോസിയേഷൻ സ്കില്ല് ഉണ്ടായാൽ മാത്രമാണ് ഒരു റീറ്റെയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഈ നെഗോസിയേഷൻ സ്കില്ലിനെ കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.